കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിടെ തന്നെ ചോദിക്കാറുണ്ട് ചില ഞാൻ ഉണ്ടാക്കിയ പൈസ അല്ല എന്ന് എനിക്ക് അറിയില്ലെന്ന്. പക്ഷെ അവനോട് ചോദിച്ചാൽ ഇത്ര വർഷം കൊണ്ട് അവൻ എത്ര ഉണ്ടാക്കിയെന്ന്, മറ്റേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, ഇരുന്ന് നോക്ക്, അല്ല എന്തൊക്കെ ചെയ്തു എന്നും അവനറിയാം. അതെ, അത് വേണമല്ലോ. നാളെ കൊച്ചു കുട്ടികളല്ലേ ഇവര്, വലിയവരുടെ കൂട്ടല്ലല്ലോ. ഇപ്പം നമ്മൾ സമ്പാദിച്ച് നമ്മൾ ചിലവാക്കുവാണെങ്കിൽ നമ്മൾ പറയണം. പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടോ അവനോട്, നിനക്കറിയോ നിന്റെ അമ്മ ഈ പൈസ എല്ലാം തൊടുക്കൂടാ, ആണോ? നെഗറ്റീവ് കുത്തി കൊടുക്കുന്ന ആൾക്കാരില്ലേ. മനസ്സിലായി അങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. അതെ അതെ, എന്ത് കൊടുക്കുമോ നിന്റെ അമ്മയും പൈസ എല്ലാം കൊണ്ടൊന്നും കൊടുക്കൂല, ആവശ്യമാക്കി കളയുവാണോ. അത് പണ്ടാണ് ചോദിച്ചില്ല. പിന്നെ ചോദിക്കുന്നത് തമാശ ചോദിക്കും, പൈസ എവിടെ കൊണ്ട് വരൂടെ, അവര് ഉണ്ടല്ലോ അത് മതി, പറഞ്ഞു കഴിയുമ്പോ ഓക്കെ സാധനം ഉണ്ടല്ലോ കളഞ്ഞില്ല, ഇയാളെ കളയായി, അത് പിന്നെ ബാക്കിയുള്ള ജീവിക്കല്ലാണ്. പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് നല്ലതായിട്ട് കുട്ടികളിലും കുത്തിക്കയറ്റി കൊടുക്കുന്നവരുണ്ട് നന്നായിട്ട്. അതെ, നമ്മൾ പിന്നെ അവരെ പറഞ്ഞിട്ട് മറ്റേ 50% കണക്ക് പറഞ്ഞ പോലെ എല്ലാം കൂടെ ചാടി വരും. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു 18-19 വയസ്സുള്ള പിള്ളേരെ, ചെറിയ പിള്ളേരാകുമ്പോഴത്തേക്ക് അവർ ഏൺ ചെയ്യുന്ന പിള്ളേരും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ മുതിർന്നവർ തന്നെയല്ലേ ഒരു മറ്റേ ഫ്രണ്ട്ഷിപ്പ് കൂടാനൊക്കെ ഒരുപാട് പേര് വരുമായിരിക്കുമല്ലോ. നമ്മളെ ചീത്ത കൂട്ടുകെട്ടിലോട്ടും കൊണ്ടുപോകാം. അപ്പം നിനക്ക് എന്തായാലും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. അപ്പം എങ്ങനെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്? കാരണം ഇപ്പം നമ്മളൊരു പിള്ളേരെ സെറ്റിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 70% ആളുകൾക്കും ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഹാബിറ്റ്സും ഉള്ളവരാ. അതൊരു കാര്യമുണ്ട്. ഞാൻ അതായത് നമ്മളിപ്പം അതായത് ഒരു പിള്ളേരെ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ ആ സമാര് കയറി പൊങ്കാലിയുടെ, അപ്പൊ ഞാൻ കറക്റ്റ് ഫിൽറ്റർ ചെയ്തുകൊണ്ട് വരെ. അതായത് ഇപ്പം ഒരാളെ നമ്മൾ ചിലപ്പോൾ നോക്കാൻ അവരുടെ അച്ഛനും അമ്മയും കാണും, അല്ലെ ഇപ്പോൾ നാട്ടുകാരിൽ 5-6 പേര് കാണും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ലോകത്തുള്ള എല്ലാവരും എനിക്ക് സർവൈലൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള എല്ലാന്ന് പറഞ്ഞാല് നമ്മള് ഏച്ചി പോവുകയെ, അതായത് ഇപ്പൊ ഓക്കെ, ഒരു 5 വർഷം മുമ്പൊക്കെ ഞാൻ ഏച്ചി പോവുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എനിക്ക് കയറല് പറന്ന് ഒന്നെങ്കിൽ അച്ഛ ഇടിക്കുക, അല്ലെങ്കിൽ എല്ലാരും നോക്കും. കാരണം എല്ലാരും ക്യാമറാമാൻ ഉൾപ്പെടെ പറയരുത്, ഞാൻ അവിടെ ഇല്ലെങ്കിലും പറഞ്ഞിട്ട് പോകും, ഒന്ന് നോക്കിക്കോണേന്ന് പറയും. ധൈര്യമായിട്ട് നോക്കുമെന്നാണ്, കാരണം പറഞ്ഞാൽ അനുസരിക്കും അവൻ. അപ്പൊ എല്ലാവരുടെയും കണ്ണിലാണ് അവൻ വളർന്നത്, ഒരാൾ മാത്രമൊന്നുമല്ല. അപ്പൊ നമ്മൾ എല്ലാവരുടെയും സേഫ് സോണിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് റോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മള് എനിക്ക് എന്റെ പ്രായത്തിലുള്ള പിള്ളേരുടെ 3/4 ആൾക്കാരുടെ ഈ പറഞ്ഞ 70% ഉണ്ടല്ലോ സംസാരം എനിക്ക് പിടിക്കാതിരിക്കുമ്പോൾ ഞാൻ ഓഹോ ശരി നമുക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ ഓപ്പോസിറ്റ് വേറെ പറയേണ്ട കാര്യമില്ല. ശരി, ഓക്കെ ശരി, പരിപാടി മനസ്സിലായി. ഞാൻ മുങ്ങിയിട്ട് നമുക്ക് കാണുമല്ലോ, ആ ഒരു ചില ക്യാരക്ടേഴ്സും അവർ പറയുന്ന രീതികളും അവരുടെ എന്താ പറയാ ഒന്നും മനസ്സിലാവും, നമുക്ക് ഇഷ്ടപ്പെടാതെ അത് മനസ്സിലാവില്ല. അത് തന്നെ ഇഷ്ടപ്പെടായിരിക്കും. പാട്ടുകളൊക്കെ കേൾക്കുന്ന ഏതാ? പഴയ പാട്ടുകളാണോ? എല്ലാം കേൾക്കും, പഴയ പാട്ടൊന്നുമില്ല. എന്റെ ഒന്നോ പുതിയ പാട്ടാ മൊത്തം. ചുമ്മാതെ ഈ മറ്റുള്ള ഇതെന്ന് പറഞ്ഞ ഇങ്ങനെ എന്തോ തന്തവൈബ് എന്ന് പറഞ്ഞോണ്ട് ഇവനങ്ങനെ 90s അങ്ങനെ ടോപ്പൊന്നുമില്ല. അതായത് അവിടുത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെയാണ്. അതായത് അവിടുത്തെ റോസാപ്പൂ പറിച്ചിവിടെ വെച്ചേക്കണ്, അങ്ങനെ പറയാം. ഈ നമ്മുടെ ഉപ്പും മുളകിലും തന്നെ ഇപ്പൊ ഈ കേശു എല്ലാരും കേശു എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ക്യാരക്ടർ ഫിക്സ് ആയി. കേശു എന്ന് പറയുമ്പോൾ നിന്റെ മുഖം ഓർമ്മ വരുന്നത്. അപ്പം വേറെ റോൾസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു പണ്ട് അങ്ങനെ ഒരു തവണ എങ്ങോട്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടോ, പിന്നെ വന്നിട്ട് മാറി. ഒരു ക്യാരക്ടർ വരുമ്പോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഏതായാലും സ്വിച്ച് ചെയ്യാൻ പഠിച്ചു. പിന്നെ സ്വിച്ച് ചെയ്യാനൊരു ഇത് ഉണ്ട്, ഇപ്പൊ മാറും. ഈ ക്യാരക്ടർ അല്ല ആ ക്യാരക്ടർ. ചെറുതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേശു അല്ല ഇവിടെ കേട്ടോ, മനസ്സിലാക്കിയിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞായി കഴിയുമ്പോ സെറ്റ് ആവും. പിന്നെ ഡയറക്ടറോട് പോയി സംസാരിക്കാൻ പറയും, ആരാണോ ഈ ക്യാരക്ടർ ഇതാണ് എന്ന്. ലൂയിസ് ചെയ്തപ്പോഴൊക്കെ ഇതിനൊന്നും അട്ടർലി ഡിഫറെന്റ് ആയിരുന്നു, മിക്കവാറും വ്യത്യാസമായിരുന്നു. ഇന്ദ്രൻ സേട്ടന്റെ ഒരു പടമായിരുന്നു. കേശു എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങും ചെയ്തിട്ടില്ല, ഉപ്പും മുളകും മാത്രമേ. അതില് കുറച്ച് ഫുഡ് ഭയങ്കരമായിട്ട് ആർത്തിയുള്ള, കുറച്ച് അത്യാവശ്യം അച്ഛനെ എന്തൊക്കെ സാമ്യമുണ്ട് അൽസാബിത്തിന്? അൽസാബിത്തും കേശുവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുള്ള ക്യാരക്ടേഴ്സ് ആണോ? ഉണ്ട്, പക്ഷെ എന്നാ പൂർണ്ണമായിട്ട് സാമ്യം എന്തൊക്കെയുണ്ട് സാമ്യം? എന്തൊക്കെയുണ്ട് ഒന്നും കണ്ടുണ്ടെന്ന് തോന്നുന്നു. പറയൂ. ഈ തന്തവെന്നുള്ള സാധനം തന്നെ മെയിൻ ആയിട്ടുള്ളൂ, പക്ഷെ അത്ര ഇല്ല അതിന്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഫുഡ് കഴിക്കുന്നൊന്നും അതിൽ കഴിക്കുന്നവരില്ല. ഇല്ല, ഫുഡൊന്നും അങ്ങനെ ഫുഡ് ഇഷ്ടമല്ലെന്നല്ല, കഴിക്കും, എല്ലാം കഴിക്കും. പക്ഷെ ഒരു സാധനത്തിനോട് ആർത്തി എന്നുള്ള സാധനമില്ല അവന്. പക്ഷെ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള നോൺ വെജ് നന്നായിട്ട് കഴിക്കും, അതുപോലെ കത്തിച്ചും കളയും.
വർക്കൗട്ട് ചെയ്യും, ജിമ്മിൽ പോവും, ജിമ്മിലൊക്കെ പോകും. ജിമ്മിൽ പോവും അല്ലെങ്കിൽ രാവിലെ പോവും, ഇവിടെ പിന്നെ വീട്ടിൽ ചെയ്യണേ വീട്ടിൽ ചെയ്യും, അങ്ങനെ ചെയ്യും. പിന്നെ കേശു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരെന്ത് പറഞ്ഞാലും കേശു എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അല്ലേ കേട്ടിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അവിടെ. അതായത് കേശുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എനിക്കും ചില സമയം മനസ്സിലാവാറില്ല. ആ സമയം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്തു പറഞ്ഞാണ്. വീട്ടിലുള്ള ഒരു പറയുമ്പോൾ കേശു പാവമാണ്. അതേ സ്ഥാനത്ത് ചില സമയത്ത് മേളി കയറും. എന്നാൽ കാര്യമായ കാര്യമാണെങ്കിൽ അവൻ കേൾക്കും. എന്തെങ്കിലും നമ്മുടെ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ കുടുംബക്കാരെ പറഞ്ഞു പറഞ്ഞാൽ സഹിക്കൂല. എന്നാൽ വീട്ടിലുള്ളവരാണ് പറയുമെങ്കിൽ പുല്ലുവിലായിരിക്കും ഇതിന്. മനസ്സിലായി. അങ്ങനത്തെ ഒരു സാധനം. വീട്ടിലുള്ളവർക്ക് എന്തും പറയാം, വീട്ടിലുള്ള വേറൊരിടത്ത് തന്നെ നമ്മുടെ പിള്ളേരെ പറയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആള്. അത് അച്ഛൻ്റെ സ്വഭാവത്തിൽ നിന്നും അച്ഛൻ്റെ സ്വഭാവം ചിലപ്പം വീട്ടിലുള്ള എല്ലാവരും പറയണം അച്ഛൻ കേൾക്കില്ല. നീല് പറയണത് മാത്രമേ കേൾക്കുള്ളൂ, അമ്മ പറയണത് മാത്രമേ അച്ഛൻ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ പറയണം. ഞാൻ ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാവരും പറയണത് ഞാൻ കേൾക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അത്രേ ഉള്ളൂ. ഈ നിങ്ങൾ തമ്മിൽ യാത്രകളൊക്കെ പോവാറുണ്ടോ ഒരുമിച്ച്? അതല്ല, അല്ലാതെ ട്രിപ്പ് യാത്രകളൊക്കെ നിങ്ങൾ പോകുന്ന എല്ലായിടത്തും. അത് നമ്മുടെ മിഥുൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയാ അമ്മയമ്മനോടെ പോയി. അതെ, ഇത്തവണ 5 ദിവസം ലീവ് ഷെഡ്യൂളിന് ബ്രേക്ക് കിട്ടി അപ്പൊ പോവല്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ പോകും. കാരണം ഇവനിങ്ങനെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുമല്ലേ, അവിടെ ബൈഹേർട്ട് ചെയ്താണ്. പിന്നെ ഇപ്പോ മറ്റേ ബീച്ചണ്ണും നിശ്ചയിച്ചും കൂടി ഇല്ലാത്തത് കൊണ്ട് നല്ല ഏറ്റവും മെച്ചുറായി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഇല്ലാത്തത്. അപ്പോൾ പിന്നെ അവിടെയുള്ള ആകെ ഒരു ആൺതരി ഇവനാണ്. ഓവർ വോയിസും ഓവർ സ്ട്രെയിനും പല സീനുകളിലും എടുക്കാറുണ്ട്. അച്ഛനുള്ളപ്പോ ഈ ടെമ്പോ ഉണ്ട്, നമ്മൾ സീനിന്റെ ടെമ്പോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അച്ഛൻ തന്നെ കയറ്റിയും കൂടും, പണിയെടുക്കണ്ട നമുക്ക്. നൈസിൽ കൂടെ അങ്ങ് കൊടുത്താൽ മതി. അത് നോർമലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കും. അതേ സ്ഥലത്ത് മറ്റേ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ സാധനം പറഞ്ഞു. ഒന്നാമതേ ഞാൻ ചെറുതും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ബാസ് കിട്ടൂല. അച്ഛൻ നോർമലായിട്ട് സംസാരിച്ചാൽ അത്രയും വോയിസ് കയറും. എനിക്ക് കയറണേ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുക്കണം ഞാൻ. മാത്രമല്ല അച്ഛൻ നാടകവും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നാടകത്തിലെ കളരി ആശാനാണല്ലോ, അപ്പോൾ കറക്റ്റ് കിട്ടും അച്ഛന്. എനിക്ക് കിട്ടില്ല. ആ ഓളത്തിന് വേണ്ടി ഇയാള് കുറച്ചുകൂടെ ഓവർ സ്ട്രെയിൻ എടുക്കുമ്പോൾ ചില ദിവസമൊക്കെ തൊണ്ടയ്ക്കൊക്കെ നല്ലതായിരിക്കും. അതിനാണ് കമന്റ്സ് വരാറുണ്ട്, അലർച്ചയാണ്. പക്ഷെ ആ ഒരു സീൻ ഒരാളെങ്കിലും അവിടെ എന്ത് ചെയ്യണം, കാരണം ലേഡീസിന് അത്രയും സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. പറയുമ്പോ തന്നെ മൊത്തത്തിലൊരു ഉത്സവം, സെലിബ്രേഷൻ. പിന്നെ വാക്കുകൾ പെൺകുട്ടികളാണ്, അവരെടുത്തു കഴിഞ്ഞാല് അറിയാലോ. നമുക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ ഒരാളെങ്കിലും നന്നായിട്ട് കേറിയാലേ അടുത്ത ആള് അതനുസരിച്ച് കയറ്റി പിടിക്കൊക്കത്തുള്ളൂ. ഒരാള് 5 പോയിന്റിൽ ചെന്നാൽ അടുത്ത ആള് 4-ൽ വരും, അടുത്ത ആള് 3-ൽ വരും, അടുത്ത ആള് പിന്നെ അടുത്ത 5 തന്നെ കയറ്റി കൊടുക്കും. മനസ്സിലായി. അതേ സ്ഥാനത്ത് നമ്മള് 2 തുടങ്ങി കഴിഞ്ഞാൽ അവസാനം സൂലട്ടം വരും. എല്ലാരും ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ചില സീൻ ഉറങ്ങിയിരിക്കുന്ന സീൻ. ആ സംഭവം ശരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തായിരിക്കും. ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കേണ്ട സീനായിരിക്കും. അപ്പൊ പറയും എടേ എപ്പിസോഡ് വരുമ്പോ ഒട്ടും കൊള്ളത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഡൗൺ ആയിട്ട് കയറ്റി വിട്,